എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കുള്ള എല്ലാവിധ സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഓപ്ഷൻസ് എഡിറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഓപ്ഷൻ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. എന്നാൽ അത് നിങ്ങൾക്ക് പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാനുള്ള സൗകര്യമല്ല. നിങ്ങൾക്ക് നിലവിലെ ഓപ്ഷൻസിൽ ഏതെങ്കിലും വേണ്ടാത്ത ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യണമെങ്കിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് നിലവിൽ ഇപ്പോൾ കിട്ടിയ സീറ്റ് തന്നെ മതി എന്നുള്ളവർക്ക് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനുമുള്ള സൗകര്യം മാത്രമാണ് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. കാരണം തേർഡ് അലോട്ട്മെൻറ്റ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത്രമാത്രം എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യമുള്ളത്. അതുപോലെ ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യമോ അല്ലെങ്കിൽ പുതിയ കോളേജ് കോഴ്സുകൾ കൂട്ടിച്ചേർക്കാനുള്ള സൗകര്യമോ നിങ്ങൾക്ക് നിലവിൽ ലഭ്യമായിരിക്കില്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കാം, അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾക്ക് admission.uc.ac.in/admission എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് FYUGP 2025-26 സെക്കൻഡ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ക്യാപ്പ് ID അതുപോലെ തന്നെ സെക്യൂരിറ്റി കീ എന്നിവ നൽകിയ ശേഷം ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു സെക്യൂരിറ്റി കീയും ക്യാപ്പ് ID മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുള്ള ഒരു ലിങ്ക് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് ഈ ഒരു പേജിലേക്കാണ് വരിക. ഈ ഒരു പേജിൽ നിങ്ങൾക്ക് സെലക്ട് രജിസ്ട്രേഷൻ ടൈപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്ത ശേഷം FYUGP രജിസ്ട്രേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID, നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ ഇമെയിൽ ID എന്താണ്, ആ സമയത്ത് നൽകിയ മൊബൈൽ നമ്പർ ഏതാണ്, അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇമെയിൽ IDയിലേക്കും അതുപോലെ തന്നെ ആ ഒരു ഇമെയിൽ IDയിലേക്കും അതുപോലെ തന്നെ ആ ഒരു മൊബൈൽ നമ്പറിലേക്കും നിങ്ങൾക്ക് ഈ ഒരു OTP അല്ല, നിങ്ങളുടെ ആ ഒരു സെക്യൂരിറ്റി കീയും അതുപോലെ തന്നെ ക്യാപ്പ് IDയും നിങ്ങൾക്ക് SMS ആയിട്ടും ഇമെയിലായിട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അയച്ചു തരുന്നത് ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് നോക്കാം. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്തിട്ട് പ്രവേശിക്കുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അവിടെയുള്ള ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക്, അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഒരു കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ ഏത് കോളേജിലാണ് ഏത് കോഴ്സിനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. എന്നിവർക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ടോ അല്ലെങ്കിൽ ആദ്യമായിട്ടോ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണ് കാണാൻ പറ്റുക, അല്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് ഇൻ ദിസ് ടൈം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ആരൊക്കെയാണ് ഈ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത് എന്നുള്ള കാര്യം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഡൗട്ടാണ്. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി, അങ്ങനെ വീണ്ടും മാൻഡേറ്ററി ഫീസ് അടക്കണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ചു. അതിനുശേഷം ഇവിടെ മാൻഡേറ്ററി ഫീ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഈ ഒരു മാൻഡേറ്ററി ഫീസ് ആരൊക്കെയാണ് അടക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ആദ്യമായിട്ടാണോ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മാത്രമേ ഈ ഒരു മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടതുള്ളൂ. അതായത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മാത്രമാണ് മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ മാൻഡേറ്ററി ഫീസ് എത്രയാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 575 രൂപയാണ്. നിങ്ങൾ SC ST അതുപോലെ തന്നെ OECക്ക് ആനുകൂല്യമായിട്ടുള്ള ഫീസ് ആനുകൂല്യം കിട്ടുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്ക് 145 രൂപ മാത്രമാണ് ഫീസ് വരിക. അപ്പോൾ ഈ ഒരു ഫീസ് എങ്ങനെയാണ് അടക്കേണ്ടത് എന്ന് ചോദിച്ചാൽ, മാൻഡേറ്ററി ഫീ എന്നുള്ള ഒരു ടാബ് നിങ്ങൾക്ക് കാണാം. അവിടെ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI വെച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാം. UPI വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഒരു ട്രാൻസാക്ഷൻ ഫൈൽഡ് ആവാനുള്ള സാധ്യത കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ നെറ്റ് ബാങ്കിങ് വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം പല വിദ്യാർത്ഥികളും ഫീ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് ചിലപ്പോൾ ട്രാൻസാക്ഷൻ ഫൈൽഡ് ആവാറുണ്ട്. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് നെറ്റ് ബാങ്ക് വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്ഷയ വഴിയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഫീ പേയ്മെൻറ്റിൻ്റെ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്ന് നോക്കാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ ചലാൻ റെസിപ്റ്റ് എന്നുള്ള ഒരു ടാബ് കാണാൻ പറ്റും. അവിടെയുള്ള ആ ഒരു ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു 575 രൂപയോ അതല്ലെങ്കിൽ 145 രൂപയോ അടച്ചതിൻ്റെ റെസിപ്റ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു റെസിപ്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതാണ് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ തെളിവ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി, അതായത്
അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ആദ്യമായിട്ട് കിട്ടി, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടി, സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് കിട്ടി എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ നേടണം. അതിന് മുമ്പായിട്ട് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുമ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയെന്നുള്ളതിന് ഒരു യൂണിവേഴ്സിറ്റി നൽകുന്ന ഉറപ്പായിട്ടുള്ള, അതായത് അലോട്ട്മെൻറ്റ് മെമ്മോ പോലുള്ള ഒന്നാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡ്. അതിൽ നിങ്ങൾക്ക്, അതായത് സാധാരണ +1 അലോട്ട്മെൻറ്റിലൊക്കെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് ലെറ്റർ കിട്ടിയിട്ടുണ്ടാകും. ആ ഒരു രീതിയിലുള്ള ഒന്നാണ് ഈ ഒരു അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത്. കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ എന്ന് പറയും, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണെങ്കിൽ അഡ്മിറ്റ് കാർഡ് എന്ന് പറയും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് മറ്റൊരു ടാബ് ഈ ഒരു പേജിൽ ഉണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഒരു ടാബിൽ നിങ്ങൾക്ക് അവിടെ ഒരു അഡ്മിറ്റ് കാർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഡൗട്ടാണ് വിദ്യാർത്ഥികൾക്ക്, അതായത് ടെമ്പററി അഡ്മിഷൻ എടുക്കണോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനാണോ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പറഞ്ഞ പ്രകാരം വിദ്യാർത്ഥികൾ ടെമ്പററി അല്ല പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. നിങ്ങൾ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുന്ന സമയത്ത് നിങ്ങളോട് TC മാത്രം അവിടെ വാങ്ങിച്ചു വെക്കും. ബാക്കി ഡോക്യുമെൻറ്റ്സ് ഒക്കെ പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് തിരിച്ച് തരുന്നതാണ്. അത് നിങ്ങളുടെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് തിരിച്ച് കോളേജിൽ തരുന്നതായിരിക്കും. കാരണം തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടാകും. അതുകൊണ്ടാണ്. ഇനി ആർക്കൊക്കെയാണ് മാറ്റം ഉണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റോ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. നിങ്ങൾക്ക് പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവുന്നതല്ല. അതേസമയം നിങ്ങൾക്കിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയുള്ളത്, രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ ഒരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ അവിടെ ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ രീതിയിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അവരുടെ ആ ഒരു കോളേജിൽ ഏത് കോളേജിലാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിലായിരുന്നു ഈ ഒരു അഞ്ചാമത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ഹയർ ഓപ്ഷൻസ് അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, ഹയർ ഓപ്ഷൻസ് ഒക്കെ അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാൻ ചെയ്യേണ്ടത് ഇവിടെ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു സീറ്റിൽ പോയിട്ട് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയാണോ കിട്ടിയത് അവിടേക്ക് ഈ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ മാൻഡേറ്ററി ഫീ ട്രാൻസ്ഫർ ചെയ്തു, അതുപോലെ തന്നെ എനിക്ക് പുതുതായിട്ട് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയും ചെയ്ത സാഹചര്യത്തിൽ എനിക്ക് പുതുതായിട്ട് എവിടെയാണോ അത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം എവിടെയാണോ എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത്, അതായത് അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു അഡ്മിറ്റ് കാർഡിൽ എവിടെയാണോ എൻ്റെ ആ ഒരു അഡ്മിഷൻ നേടാനായിട്ടുള്ള കോളേജിൻ്റേത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു കോളേജിൽ പോയിട്ട് ഞാൻ അഡ്മിഷൻ നേടേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അതായത് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡിൽ, അതായത് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ നിങ്ങൾ ഏത് ദിവസമാണോ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് എന്നത് കൂടാതെ തന്നെ ഏത് കോളേജിൽ ഏത് കോഴ്സിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു കോളേജിലാണ് വിദ്യാർത്ഥികൾ പോയിട്ട് ജോയിൻ ചെയ്യേണ്ടത്. ഇനി വിദ്യാർത്ഥികൾക്കുള്ള പ്രധാനപ്പെട്ട ഡൗട്ടായിരിക്കും, എനിക്ക് ഇഷ്ടമില്ലാത്ത ഓപ്ഷനാണ് കിട്ടിയത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയിൽ ഞാൻ അവിടെ അഡ്മിഷൻ ഒന്നും എടുക്കാതെ എനിക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വെയിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ഒരിക്കലും വെയിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. കാരണം അങ്ങനെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രധാനപ്പെട്ട പ്രോബ്ലം നിങ്ങൾക്ക് കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുന്നത് മാത്രമല്ല നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിലുള്ള മുഴുവൻ ഓപ്ഷൻസും റദ്ദ് ചെയ്യപ്പെടും. അതുപോലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങൾ പുറത്താക്കപ്പെടാനുള്ള സാധ്യതയുമുണ്ട്, അത് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുക. ടെമ്പററി അല്ല പെർമനൻറ്റ് അഡ്മിഷനാണ്, എന്നാൽ ഫീസ് അടക്കാനായിട്ട് നിങ്ങൾക്ക് കോളേജ് ടൈം തരുന്നത് ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സമയത്തുള്ള എഡിറ്റ് ഓപ്ഷനാണ്. അപ്പോൾ ഈ ഒരു എഡിറ്റ് ഓപ്ഷൻ എന്താണ്, ഇപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം എന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് അഞ്ചാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കുക. അതായത് ഒന്നാമത്തെ ഓപ്ഷനല്ല. ഒന്നാമത്തെ ഓപ്ഷനാണെങ്കിൽ പ്രത്യേകിച്ച് എഡിറ്റ് ചെയ്യാനൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷനല്ല. ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അഞ്ചാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ടോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷൻ കിട്ടിയ സമയത്ത് അത് അഞ്ചാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടി മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നു. അങ്ങനെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നു, അതിനുശേഷം കോളേജിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുന്നു. അതുപോലെ ഈ ഒരു ഹയർ ഓപ്ഷൻസ് അതേപോലെ തന്നെ നിലനിർത്തുകയാണെങ്കിൽ പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തു എന്ന് പറഞ്ഞാലും ആ ഒരു സീറ്റ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സീറ്റ് തന്നെ മതി, ഇനി മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ള ഹയർ ഓപ്ഷൻസ്, അതായത് ഇപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടാൻ 1 മുതൽ 4 വരെയുള്ള ഓപ്ഷൻ, ഇപ്പോൾ ഒരു 10ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ തന്നെ നിങ്ങൾ അഡ്മിഷൻ മതി, ആ ഒരു സീറ്റിൽ അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് തന്നെ മതി എന്നുള്ളവർക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇങ്ങനെ മുഴുവനായിട്ട് ഡിലീറ്റ് ചെയ്യേണ്ട, എനിക്കിപ്പോൾ ഒരു രണ്ടാമത്തെ ഓപ്ഷൻ വേണ്ട എന്നാണെങ്കിൽ അതിനെ മാത്രമായിട്ടും എനിക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള ഓപ്ഷനുകളായിരിക്കും പിന്നീടുള്ള തേർഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുക. ഇപ്പോൾ എനിക്കിപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക്
സീറ്റിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് ഞാൻ ഉറപ്പായിട്ട് മാറേണ്ടതായിട്ട് വരും. ഇവിടെ ഞാൻ കോളേജിൽ പോയിട്ട് അവിടെ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു എന്നുള്ളത് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ഞാൻ അവിടെ ഹയർ ഓപ്ഷൻ നിലനിർത്തി എന്നുള്ള കാരണം കൊണ്ട് തന്നെ എനിക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മാറേണ്ടതായിട്ട് വരുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രസ് റിലീസായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അത് ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് വായിച്ച് നോക്കുക. കാരണം ഇതിൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു PDF ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു നിർദ്ദേശങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും മാൻഡേറ്ററി ഫീസ് അടച്ചുകൊണ്ട് നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുത്ത ശേഷം 2/7/2025 അതായത് ജൂലൈ 2-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് കോളേജിൽ ഹാജരായിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിട്ടുള്ള അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീസ് അടച്ച ശേഷമാണ് കോളേജിൽ പ്രവേശനം നേടേണ്ടത്. ഒന്നാം അലോട്ട്മെൻറ്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീസ് അടച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് മാറിയിട്ടുണ്ടെങ്കിൽ കൂടി വീണ്ടും ഫീസ് അടക്കേണ്ട. അതായത് പല വിദ്യാർത്ഥികളും ചോദിച്ചതാണ്, ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീസ് അടച്ചാൽ വീണ്ടും അടക്കണോ? വീണ്ടും അടക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങൾ SC/ST അല്ലെങ്കിൽ OEC അതുപോലെ തന്നെ OECക്ക് തുല്യമായിട്ടുള്ള വിദ്യാഭ്യാസ ആനുകൂല്യം ലഭിക്കുന്ന ഇതര 30 സമുദായത്തിലെ വിദ്യാർത്ഥികൾ ആണെങ്കിൽ 145 രൂപയും മറ്റുള്ള ജനറൽ കാറ്റഗറി വിഭാഗം വിദ്യാർത്ഥികളും അതുപോലെ മറ്റുള്ള വിദ്യാർത്ഥികളും 575 രൂപയുമാണ് അടക്കേണ്ടത്. അതുപോലെ 1ഉം 2ഉം അലോട്ട്മെൻറ്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീസ് അടച്ച എല്ലാ വിദ്യാർത്ഥികളും അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത ശേഷം 2/7/2025 3 മണിക്കുള്ളിൽ കോളേജിൽ ഹാജരായി നിർബന്ധമായിട്ടും സ്ഥിര അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം പ്രസ്തുത വിദ്യാർത്ഥികൾക്ക് മുമ്പ് ലഭിച്ചിരുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ അലോട്ട്മെൻറ്റ് പ്രക്രിയയിലും പുറത്താക്കപ്പെടും. അത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് എവിടെയാണോ അലോട്ട്മെൻറ്റ് ഉള്ളത് ആ ഒരു സീറ്റ് നഷ്ടപ്പെടുന്നതും പിന്നീട് നിങ്ങളെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താക്കുന്നതും ആയിരിക്കും. അതുപോലെ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾക്ക് തൃപ്തരായിട്ടുണ്ടെങ്കിൽ ഹയർ ഓപ്ഷനുകൾ പരിഗണിക്കേണ്ടതില്ല എന്നാണെങ്കിൽ 2/7/2025 3 മണിക്കുള്ളിൽ നിർബന്ധമായിട്ടും ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് മൂന്നാമത്തെ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച സീറ്റ് നഷ്ടമാവുന്നതും പുതുതായിട്ട് കിട്ടിയ സീറ്റിലേക്ക് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതുമാണ്. അതുപോലെ ഇതോടെ മുമ്പ് ലഭിച്ചിരുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും അത് യാതൊരു കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നതും അല്ല. അതുപോലെ ഹയർ ഓപ്ഷൻ നിങ്ങൾക്ക് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടോ റദ്ദ് ചെയ്യാവുന്നതാണ്. കോളേജ് കോഴ്സ് പുനഃക്രമീകരിക്കാനോ അതായത് ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനോ പുതിയ കോളേജുകളോ കോഴ്സുകളോ കൂട്ടിച്ചേർക്കുന്നതിനോ ഈ ഒരു അവസരത്തിൽ സാധിക്കുന്നതല്ല. ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അതത് കോളേജുമായി ബന്ധപ്പെടേണ്ടതും ആവശ്യമായിട്ടുള്ള രേഖകൾ സഹിതം 2/7/2025 അതായത് ജൂലൈ 2-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് കോളേജിൽ ഹാജരായി പ്രവേശനം നേടേണ്ടതുമാണ്. പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾ TC ഒഴികെയുള്ള അതായത് നിങ്ങൾക്ക് TC ഒഴികെയുള്ള യോഗ്യതാ പരീക്ഷയുടെ സർട്ടിഫിക്കറ്റുകൾ കോളേജിൽ നിന്നും പരിശോധിച്ച ശേഷം പ്രവേശനം നേടുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ തിരിച്ചു വാങ്ങാവുന്നതാണ്. അത് നിങ്ങൾക്ക് തിരിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ജൂലൈ 2-ാം തീയതിക്കുള്ളിൽ പോയിട്ട് അഡ്മിഷൻ നേടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.